ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്, ബാബാ സാഹേബ് അംബേദ്കറിന്റെ വിജയമാണ്. ഈ സമര വിജയം മുന്നോട്ടുള്ള കഴിഞ്ഞ 12 വർഷം ഒരു ഭയത്തിന്റെ നിഴലിലായിരുന്നു ഇന്ത്യ. അതിനെ മറികടക്കാൻ കഴിഞ്ഞെന്നൊക്കെയാണ് പൊതുവെ വിദ്യാർത്ഥികളും യുവജനങ്ങളും വിലയിരുത്തുന്നത്. നമുക്കൊരു പരിധിവരെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. കാരണം ഈ 12 വർഷക്കാലത്തിൽ നമ്മൾ ഒരുപാട് സമരമുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ വിദ്യാർത്ഥി സമരം നടന്നുകൊണ്ടിരിക്കുന്ന അതേ പീരീഡിൽ തന്നെ മധ്യപ്രദേശിലും മറ്റുള്ള പലയിടങ്ങളിലും ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സമരങ്ങളുടെ ഒരു വലിയ അനീതികളുടെ ഒരു 12 വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനീതി കാലഘട്ടത്തിൽ നമുക്ക് ഭാവിയിലേക്ക് ഒരു ഹോപ്പ് തരുന്ന രീതിയിലുള്ള ഒരു സമര വിജയമാണ് ഇപ്പോൾ നമുക്ക് നടന്നിരിക്കുന്നത്. ഇത് ഒന്നിന്റെയും അവസാനമല്ല, ഇത് തുടക്കം മാത്രമാണ്. ഇതിനും വലിയ അനീതികൾക്ക് എതിരെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ തെരുവിലിറങ്ങി പോരാടും. തീർച്ചയായിട്ടും ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഒരുപാട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. പുതിയതായിട്ട് വളർന്നു വരുന്ന ജെൻസി തലമുറകൾക്ക് രാഷ്ട്രീയം അറിയില്ല എന്നുള്ളൊരു കാര്യം. ഭയങ്കര ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംവിധാനങ്ങളും ടെക്നോളജിയുടെ പീക്കിൽ നിൽക്കുന്നവരാണ് നമ്മൾ. ലോകത്തിന്റെ ഏതറ്റത്ത് നടക്കുന്ന അനീതിയെയും കുറിച്ചും മനസ്സിലാക്കാൻ നിമിഷങ്ങൾ മാത്രം മതി നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് പഴയ കാലത്തെ പോലെയല്ല, ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ പൊളിറ്റിക്കലി അറിവുള്ളവർ തന്നെയാണ്. താങ്ക് യു. ജയ് പി.